ഇന്ത്യൻ റെയിൽവേയിലേക്ക് 8850 ഒഴിവുകൾ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. +2 അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ലെവലിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഇന്ത്യൻ റെയിൽവേയിലേക്ക് വിവിധ തരം കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ അപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. ഗ്രാജുവേഷൻ ലെവലിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം, അതായത് ഒക്ടോബർ 21 തൊട്ട് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ നവംബർ 20 അപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതിയാണ്. +2 ലെവലിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ 28 ഒക്ടോബറിനാണ് ഇതിന്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ഇതെല്ലാം ഓൺലൈനാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. 27 നവംബറാണ് ഇതിന്റെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി. +2 യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ 18നും 33നും ഇടയിലാണ് ഗ്രാജുവേഷൻ ലെവലിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 18നും 30നും ഇടയിലാണ് പ്രായപരിധി +2 യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക്. 3 വയസ്സിന്റെ ഇളവ് OBC കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ 5 വയസ്സിന്റെ ഇളവ് SC/ST കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ ഇതിന്റെ പ്രൊസീജിയർ എന്താണെന്ന്, ഇത് ഓൺലൈനാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെന്റർ, അല്ലെങ്കിൽ അക്ഷയ ത്രൂ ആണ് നിങ്ങൾ ഇതിന്റെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. RRBയുടെ സൈറ്റിൽ നേരെ ചെന്നിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഒഴിവുകൾ ഏതൊക്കെ കാറ്റഗറിയിലാണ് എന്നുള്ളത് അടുത്തായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിന്റെ ഡോക്യുമെന്റ് നിങ്ങൾ അക്ഷയ സെന്റർ, കമ്പ്യൂട്ടർ സെന്റർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കുമ്പോഴും ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ ID പ്രൂഫാണ്. ID പ്രൂഫിനകത്ത് നിങ്ങളുടെ ആധാർ കാർഡ്, അതിന്റെ ശേഷമാണ് വരുന്നത് നമ്മുടെ SSLC ബുക്ക്, +2 ഗ്രാജുവേഷൻ ലെവൽ. +2 ലെവലിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് +2 സർട്ടിഫിക്കറ്റ്, ഗ്രാജുവേഷൻ ലെവലിലാണെങ്കിൽ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്. ഈ ഗ്രാജുവേഷൻ ലെവലിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രാജുവേഷൻ ലെവലിന് കൂടാതെ തന്നെ +2 ലെവലിലുള്ള അപ്ലിക്കേഷൻ കൂടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. മൂന്നാമതായിട്ട് വരുന്നതാണ് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടോട് കൂടിയുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് വേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ, അത് നിങ്ങളുടെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ചെയ്തിട്ട് അപ്ലോഡ്, അതിൽ പർട്ടിക്കുലർ സൈസ് പറഞ്ഞിട്ടുണ്ട്, ആ സൈസിനനുസരിച്ചിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അടുത്ത ഡോക്യുമെൻ്റ് ആണ് കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. അത് നിർബന്ധമായും നിങ്ങളിപ്പോൾ SC/ST ആണെങ്കിൽ, അല്ലെങ്കിൽ OBC കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അത് നിർബന്ധമായും നിങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇത്രയും ഡോക്യുമെൻ്റ് ആണ് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾ നിർബന്ധമായും നിങ്ങൾ അതിൻ്റെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ID പാസ്വേഡ് നിർബന്ധമായി നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കണം. എങ്കിൽ മാത്രം എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അതുപോലെ തന്നെ റിസൾട്ട് വരുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു മെയിൽ ID-യിലേക്കായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ആ ഒരു ID പാസ്വേഡ് വെച്ചിട്ടാണ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങളുടെ ID പാസ്വേഡ് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത സ്റ്റേജാണ് ഇതിൻ്റെ ഏതൊക്കെ കാറ്റഗറിയിലാണ്. കാരണം പലരും ഇൻഡിവിജ്വലായിട്ടും അതുപോലെ തന്നെ മെസ്സേജ് ത്രൂ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ പോസ്റ്റിലേക്ക്, അതായത് ഏതൊക്കെ കാറ്റഗറിയിലേക്കാണ് ഗ്രാജുവേഷൻ ലെവൽ അതുപോലെ തന്നെ +2 ലെവലിലെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഗ്രാജുവേഷൻ ലെവൽ നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ പേ സ്കെയിൽ, ഏത് പേ സ്കെയിലാണ് ഇത് വരുന്നത്, അത് എത്രയാണെന്ന്, അതായത് സ്റ്റാർട്ടിംഗ് സാലറി, ഇനീഷ്യൽ സാലറി എത്രയാണെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വരുന്നതാണ് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ. ഈ രണ്ടും 6th പേ ലെവലിലാണ് വരുന്നത്. 35,400 തൊട്ടാണ് ഇതിന്റെ ബേസിക് പേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഏകദേശം മാസം നിങ്ങൾക്ക് 50,000-ന് മേലെയായിരിക്കും നിങ്ങൾക്ക് സാലറി തന്നെ ലഭിക്കാൻ പോകുന്നത്. ഇത് ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് ബേസിക് പേ ആണ് ഈ 35,000 പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ സാലറി, അതിന്റെ അലവൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 50,000-ന് മേലെയായിരിക്കും സ്റ്റാർട്ടിംഗ് സാലറി തന്നെ ലഭിക്കുന്നത്. ഗൂഡ്സ് ട്രെയിനിൻ്റെ, അതായത് ചരക്ക് വണ്ടിയുടെ മാനേജർ പോസ്റ്റിലേക്കാണ് അടുത്തൊരു കാറ്റഗറി വരുന്നത്. നാലാമതാണ് വരുന്നത് ജൂനിയർ അക്കൗണ്ടന്റ് കം അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ്. അതുപോലെ തന്നെ 5ാമതായിട്ട് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ഈ ഒരു 3 കാറ്റഗറിയും പേ ലെവൽ 5-ലാണ് വരുന്നത്. ഇതിന്റെ ഇനീഷ്യൽ, അതായത് ബേസിക് പേ സ്റ്റാർട്ട് ചെയ്യുന്നത് 29,200 രൂപ തൊട്ടാണ്. ഇതും ഏകദേശം നമുക്ക് നമ്മുടെ എല്ലാ അലവൻസും കൂട്ടുകയാണെങ്കിൽ 45,000-ന് മേലെ തന്നെ സ്റ്റാർട്ടിംഗ് സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. നിങ്ങൾക്ക് ഇത് ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ട്രാഫിക് അസിസ്റ്റന്റ് ആണ് ഇതിന്റെ 6ാമത്തെ, അതായത് ഗ്രാജുവേഷൻ ലെവലിലുള്ള 6 കാറ്റഗറിയിലേക്കുള്ള 6ാമത്തെ ഒരു തസ്തികയാണ് ട്രാഫിക് അസിസ്റ്റന്റ്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് സാലറി, അതായത് ബേസിക് പേ എത്രയാണെന്ന് നോക്കാം. 25,500 രൂപയാണ് ഇതിന്റെ ബേസിക് സാലറി വരുന്നത്. ഇതും നിങ്ങളുടെ എല്ലാ അലവൻസും കൂടി നോക്കുകയാണെങ്കിൽ 40,000-ന് മേലെയായിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി തന്നെ ലഭിക്കാൻ പോകുന്നത്. അടുത്ത നമുക്ക് +2 ലെവലിലുള്ള ഏതൊക്കെ കാറ്റഗറി, അത് 4 കാറ്റഗറിയിലേക്കാണ് +2 യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ തസ്തിക ക്ഷണിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് വരുന്നതാണ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. ഇത് പേ ലെവൽ 3 സ്റ്റേജിലാണ് വരുന്നത്. 21,700 രൂപ തൊട്ടാണ് ഇതിന്റെ ബേസിക് പേ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2ാമത്തെ തസ്തികയാണ് ഇതിൻ്റെത് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. 3ാമത്തെ കാറ്റഗറി എന്താണെന്ന് നോക്കാം, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. 4ാമത്തെ കാറ്റഗറി ട്രെയിൻസ് ക്ലർക്ക്. അങ്ങനെ 4 കാറ്റഗറിയിലേക്കായിട്ടാണ് ഇപ്പോൾ +2 ലെവലുള്ള ഉദ്യോഗാർത്ഥികളുടെ തസ്തികയിലേക്കുള്ള ഒഴിവുകൾ ക്ഷണിച്ചിരിക്കുന്നത്. ഈ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള 3 തസ്തികയിലേക്കും പേ ലെവൽ
2-ലാണ് ഇതിൻ്റെ ബേസിക് പേ സ്റ്റാർട്ട് ചെയ്യുന്നത്. 19,900 രൂപ തൊട്ടാണ് ഇതിൻ്റെ ബേസിക് പേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏകദേശം നമ്മുടെ 35,000 മേലെയായിരിക്കും സ്റ്റാർട്ടിങ് സാലറി തന്നെ ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ ഈ ഒരു 4 കാറ്റഗറിയിലേക്കാണ് +2 ലെവലുള്ള ഉദ്യോഗാർത്ഥികളുടെ അപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. അതുപോലെ 6 കാറ്റഗറിയിലേക്കായിട്ടാണ് ഗ്രാജുവേഷൻ ലെവലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. നല്ലൊരു അവസരം, കാരണം 5,800 വേക്കൻസിയിലേക്കാണ് ഗ്രാജുവേഷൻ ലെവലിലുള്ള അപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 3,050 ഒഴിവുകളിലേക്കാണ് +2 ലെവലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. ഈ രണ്ടും കൂടിയാണ് 8,850 വേക്കൻസിയാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഇന്ത്യൻ റെയിൽവേ, അതായത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാജുവേഷൻ ലെവലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് +2 ലെവൽ നിങ്ങൾക്ക് ഏതിനാണോ കൂടുതൽ താല്പര്യപ്പെടുന്നത് ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. അതിനനുസരിച്ച് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ, അതായത് റിട്ടേൺ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ കൂടെ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ, കാരണം നമ്മൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രം ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന്. നിങ്ങൾ വേക്കൻസി അല്ല നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പ്രിപ്പറേഷൻ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ ഒരു റിട്ടേൺ എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇന്ത്യൻ റെയിൽവേയിലേക്ക് ഇത്തവണ നല്ലൊരു അവസരം തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നല്ലൊരു ഏജ് ലിമിറ്റ്, കാരണം 33+5 അല്ലെങ്കിൽ 33+3, നല്ലൊരു ഈ 38 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യൻ റെയിൽവേയിലേക്ക് പോകാൻ സാധിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. ബാക്കി നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ജോലിയെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സാലറി പാക്കേജും അലവൻസും കൂടി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ആണ് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്നത്. അതിനാൽ ഈ ഒരു അവസരം പാഴാക്കാതെ കേരളത്തിലെ എല്ലാ ഗ്രാജുവേഷൻ അതുപോലെ തന്നെ +2 യോഗ്യതയിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളിലേക്കും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരെ കൊണ്ട് നിർബന്ധമായും, കാരണം ചുമ്മാ നിങ്ങളൊന്ന് അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന് പ്രിപ്പറേഷൻ ചെയ്യാനുള്ളൊരു താല്പര്യം വരുന്നതാണ്. കാരണം പലരും NTPC, നമ്മുടെ RRB റിക്രൂട്ട്മെൻറ്റിനായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. ആ ഒരു ഓരോ ഉദ്യോഗാർത്ഥികളിലേക്കും അതുപോലെ തന്നെ റെയിൽവേ ഗ്രൂപ്പുകളിലേക്കും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്ന അതുപോലെ തന്നെ റിട്ടേൺ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.